ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ ബൈബിളിലെ 61-ാമത്തെയും പുതിയ നിയമത്തിൽ 22-ാമത്തെയും പുസ്തകമായ പത്രോസ് എഴുതിയ 2-ാം ലേഖനമാണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത്. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ തുടർച്ചയാണ് 2-ാം ലേഖനം. ഈ 2 ലേഖനങ്ങളും പത്രോസ് തന്നെ എഴുതിയതായതുകൊണ്ട് പത്രോസിനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കേണ്ടതായിട്ടില്ലല്ലോ. സഭയ്ക്ക് പുറത്തുനിന്ന് നേരിടേണ്ടി വന്ന അഗ്നിശോധനയായ കഷ്ടതയെക്കുറിച്ചാണ് 1-ാം ലേഖനത്തിൽ പത്രോസ് സഭയെ ഓർമ്മപ്പെടുത്തിയതെങ്കിൽ 2-ാം ലേഖനത്തിൽ സഭയുടെ അകത്തുനിന്ന് തന്നെ ഉയർന്നു വരുന്ന അപകടത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സഭയുടെ പുറത്തു നിന്നുള്ള അപകടമുണ്ട്, അത് പുറമേ നിന്നുള്ള പീഡനങ്ങളാണ്. നീറോ ചക്രവർത്തിയും മുതലായ ആളുകളൊക്കെ ജീവിതം ദുസ്സഹമാക്കി. എന്നാൽ സഭയുടെ അകത്തു നിന്ന് തന്നെ ഉയർന്നു വരുന്ന അപകടം പുറത്തു നിന്ന് വരുന്ന അപകടത്തെക്കാൾ വലുതാണ്. സഭയുടെ അകത്ത് ദുരുപദേഷ്ടാക്കന്മാർ ദുരുപദേശം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ, കള്ളപ്രവാചകന്മാർ ഉണ്ടാകും. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച്, ശ്രദ്ധിച്ചേ, അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രം നാശം വരുത്തും. അവരുടെ അത് മുഴുവൻ നിങ്ങൾ വായിക്കണം. നമ്മളിവിടെ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സഭയുടെ അകത്തു നിന്ന് വരുന്ന അപകടം പുറത്തു നിന്നുള്ള അപകടത്തെക്കാൾ വലുതാണ്. കാരണം അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിക്കും. സത്യ ഉപദേശത്തിന് കേടുവരുത്തുന്ന ദുരുപദേശങ്ങൾ ഈ സഭയ്ക്ക് അകത്തു നിന്ന് തന്നെ പുറപ്പെട്ടു വരും എന്നുള്ളതാണ് പത്രോസ് പഠിപ്പിക്കുന്നത്. പുറത്തു നിന്നുള്ള പീഡനത്തെക്കാൾ ഭയാനകവും അപകടകരവുമാണ് അകത്തു നിന്നുള്ള അപകടം എന്ന മുന്നറിയിപ്പ് പത്രോസ് സഭയ്ക്ക് നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് 1-ാം നൂറ്റാണ്ടിലുണ്ടായെങ്കിൽ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് അകത്തു നിന്നുള്ള അപകടങ്ങൾ ഇന്നും വളരെ ശക്തമാണല്ലോ. ഈ ദുരുപദേശത്തിൻ്റെ മറുമരുന്ന് എന്ന് പറയുന്നത് ഈ ദുരുപദേശങ്ങളെ എതിർക്കലല്ല. മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ധരിക്കുന്നത് ഈ ദുരുപദേശങ്ങളെല്ലാം എതിർത്ത് തോപ്പിച്ചിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ അപ്പോളജറ്റിക്സ് എന്നൊക്കെ പറയുന്ന പഠനശാഖകളുണ്ട്, നമ്മളുടെ വിശ്വാസം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഖണ്ഡിച്ചിട്ട് കാണിച്ചു കൊടുക്കുക. എന്നാൽ പത്രോസ് പറയുന്നത് അങ്ങനെയല്ല. ഓരോ വിശ്വാസിയും അവരവരുടെ വ്യക്തി ജീവിതം വിശുദ്ധമായിട്ട് കാക്കണം. നമ്മളിലൊരു വിശുദ്ധനെ കാണാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞാൽ ഉപദേശത്തെ അല്ല കാണേണ്ടത്, നമ്മളെയാണ് കാണുന്നതാണ്. നമ്മളെ കാണുമ്പോൾ ആളുകൾ ഉപദേശമാണോ കാണുന്നത്? അല്ല, നമ്മളെയാണ് കാണുന്നത്. നമ്മൾ വ്യക്തി ജീവിതം വിശുദ്ധമായിട്ട് കാക്കുകയാണെങ്കിൽ, 1-ാം ലേഖനത്തിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? വ്യക്തി ജീവിതം, സാമൂഹ്യ ജീവിതം, വീട്ടിലെ കുടുംബജീവിതം, അതുപോലെ തന്നെ കഷ്ടത സഹിക്കാനായിട്ടുള്ള നമ്മുടെ മനസ്സ്, സഭാജീവിതം, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉപദേശമല്ല, നമ്മൾ ഉപദേശത്തെ എതിർക്കാനായിട്ട് ഉപദേശം കൊണ്ട് ഉപദേശത്തെ നേരിടുക അല്ല ചെയ്യേണ്ടത്. ഓരോ വിശ്വാസിയും അവരവരുടെ വ്യക്തി ജീവിതം വിശുദ്ധമായിട്ട് കാക്കുക എന്നുള്ളതാണ്. അത് തുടക്കം മുതലേ പഠിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ സകല ഉത്സാഹവും കഴിച്ച്, എതിർക്കണമെന്നല്ല പറഞ്ഞത്. നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും? സകല ഉത്സാഹവും കഴിച്ച് ഈ ദുരുപദേശങ്ങളെ എതിർക്കണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ പത്രോസ് പറയുന്നത് അങ്ങനെയല്ല. സകല ഉത്സാഹവും കഴിച്ച് നിങ്ങൾ കൃപയിൽ വളർന്നു വരണം. എങ്ങനെ? വിശ്വാസത്തോട് വീര്യം. വായിക്കാം. അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസത്തിലാണ് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ സകല ഉത്സാഹവും കഴിച്ച് അത് വളരണം. വളർന്ന് സ്നേഹം വരെ, അല്ലേ? വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സ്നേഹം. ഇത് കൂട്ടണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം. അല്ലാതെ സർവശക്തിയും ഉപയോഗിച്ച് ദുരുപദേശത്തെ എതിർക്കണം എന്നല്ല പറഞ്ഞത്. ഈ ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകൾ വികാരജീവികളും ധാർഷ്ട്യക്കാരും അത്യാഗ്രഹികളും ധനമോഹികളുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഫോൾസ് ടീച്ചേഴ്സ് ആർ സെൻഷ്വൽ, അരഗൻറ്റ്, ഗ്രീഡി ആൻഡ് കവച്ചസ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ നമ്മുടെ വിശുദ്ധ ജീവിതമാണ് അവർക്കൊരു വെല്ലുവിളിയായിട്ട് മാറേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനെയും
ഭാവി ന്യായവിധിയെയും ഒക്കെ അവർ പരിഹസിക്കും. ദുരുപദേഷ്ടാക്കന്മാർ ചെയ്യുന്ന കാര്യം, കർത്താവ് വരികയില്ല, ഇത്രയും നാളായിട്ട് വന്നില്ല, ഇനി വരാൻ പോകുന്നില്ല, അതുപോലെ തന്നെ ഒരു അന്ത്യ ന്യായവിധി എന്ന് പറയുന്നതില്ല. 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിച്ചാൽ ആ കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. 3-ാം അധ്യായത്തിൻ്റെ 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരും. അവര് ഇത് പരിഹസിക്കുന്നത് ഇതൊന്നും നടക്കുന്നില്ല, നടക്കാത്ത കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ നാം ഇത് നടക്കുന്നതാണ് എന്നവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. അപ്പം പത്രോസ് ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. തീർച്ചയായിട്ടും ദീർഘക്ഷമയ്ക്ക് ഒരു എൻഡുണ്ട്. അവൻ വരും, കർത്താവ് വരും, ന്യായവിധിയും ഉണ്ടാകും. 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ഗ്രഹിച്ചിരിക്കണം. 10-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികൾ വെന്തു പോവുകയും ചെയ്യും. അപ്പൊ കർത്താവ് വരും, വരാതിരിക്കത്തില്ല. അവൻ ദീർഘക്ഷമയുണ്ട്. അതിന് ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. കർത്താവ് വരും, ന്യായവിധിയും ഉണ്ടാകും. അപ്പൊ ഈ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ യഥാർത്ഥ വിശ്വാസികൾ എന്ത് ചെയ്യണം? ദുരുപദേശത്തെ എതിർത്തുകൊണ്ടിരുന്നാൽ പോലെ ഇവിടെ 12-14 വാക്യങ്ങളിൽ 3-ാം അധ്യായം 12-14 വാക്യങ്ങൾ പറയുന്നത് പോലെ വിശ്വാസികൾ കറയും കളങ്കവും ഇല്ലാത്തവരായി ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവഭക്തന്മാരായിരിക്കണം. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട്, കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട്, ഉത്സാഹിച്ചുകൊണ്ട്, എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. അപ്പൊ നമ്മള് ഒരു വിശുദ്ധ ജീവനം ഭക്തി ഒക്കെ ഉള്ള ദൈവഭക്തന്മാരായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ നമ്മൾ അവസാന ഭാഗത്തു നിന്നാണ് വായിച്ചത്. അപ്പം പുറകോട്ട് പോയി 1-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ 1-ാം അധ്യായം മുതൽ ഇതാ പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. അപ്പൊ നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. അതായിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന്. അതാകാത്തതുകൊണ്ടായിരിക്കും ദുരുപദേശം ഉണ്ടായത്. ആകാൻ പറ്റുമെന്ന് പറയുകയും അതാകാത്തത് കൊണ്ട് ആളുകൾ തെറ്റായി, ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ കറയും കളങ്കവും ഇല്ലാത്തവരാകണം. 3-12 വായിച്ചതുപോലെ വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരാകണം. 3-17 വായിച്ചില്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ നമുക്കൊന്ന് വായിക്കാം. 3-17. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണ് പോകാതിരിപ്പാൻ. അപ്പൊ സ്ഥിരതയുള്ളവരായിരിക്കണം. പല വിശ്വാസികളും സ്ഥിരതയുള്ളവരല്ല, സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകുന്നവരാണ്. അപ്പോൾ സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാത്ത, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായ, കറയും കളങ്കവും ഇല്ലാത്ത, വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ള ആളുകളായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഇത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലേ? അല്ലാതെ കുറേ വാക്കുകൾ കൊണ്ട് ആ ഉപദേശത്തെ എതിർക്കാൻ ശ്രമിക്കുകയല്ല, നമ്മുടെ ജീവിതം കൊണ്ടാണ് എന്താണ് യഥാർത്ഥ ജീവിതം എന്നുള്ളത്, യഥാർത്ഥ ഉപദേശം എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്രോസിൻ്റെ ഈ ചെറിയ 2-ാം ലേഖനം പരിശോധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില പ്രത്യേക വാക്കുകൾ പത്രോസ് ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്കുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഒന്നാമത് പത്രോസ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് പരിജ്ഞാനം, നോളജ് ഓഫ് ദ ലോഡ്, കർത്താവിനെ കുറിച്ചുള്ള അനുഭവജ്ഞാനം, പരിജ്ഞാനം എന്നുള്ളതാണ്. ആവർത്തിച്ച് വരുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നോക്കിയാട്ട്, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം. 3-ാം വാക്യം നോക്കിയാൽ വിളിച്ചവന്റെ പരിജ്ഞാനം, നിങ്ങളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. 5-ാം വാക്യം നോക്കിയാൽ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും കൂട്ടണം. 8-ാം വാക്യം നോക്കിയാൽ
യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച്, യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച്. 2:20 വായിച്ചാൽ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം വീണ്ടും നിങ്ങൾക്ക് കാണാം. 2:20 കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ. 3:18 നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവീൻ. നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ പീറ്റർ ന്യൂ ഹിസ് ലോർഡ് വെരി വെൽ, അല്ലെ? പത്രോസിന് തന്റെ കർത്താവിനെ വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. ഇന്ന് വിശ്വാസികളിൽ എത്ര പേർക്ക് കർത്താവിനെ നന്നായിട്ട് അറിയാം? ഉപദേശങ്ങൾ അറിയാമായിരിക്കും, അല്ലേ? നിങ്ങൾ എന്നെ എൻ്റെ കൂടെ ഉണ്ടോ? നമുക്ക് ഉപദേശങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഉപദേശങ്ങളല്ല അറിയേണ്ടത്. ആരെയാണ് അറിയേണ്ടത്? കർത്താവിനെയാണ് അറിയേണ്ടത്. പീറ്റർ ന്യൂ ഹിസ് ലോർഡ് വെരി വെൽ ആൻഡ് വി നീഡ് ടു നോ ഹിം. പരിജ്ഞാനം പ്രധാനപ്പെട്ടൊരു വാക്കാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വാക്ക്, കർത്താവിനെ അറിയണമെങ്കിൽ അതിന് എന്ത് വേണം? ഉത്സാഹം, ഡിലിജൻസ്. പീറ്റർ വാസ് എ ഡിലിജന്റ് പേഴ്സൺ. അതുകൊണ്ട് നമ്മളോടും പറയുകയാണ് ഉത്സാഹികളായിരിക്കണം. 1:5 സകല ഉത്സാഹവും കഴിച്ച്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. 10-ാം വാക്യം നോക്കിയാൽ അധികം ശ്രമിപ്പീൻ എന്നൊരു പ്രയോഗമുണ്ട്. നിങ്ങൾ അധികം ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. 3:14 നോക്കിയേ, ഉത്സാഹിച്ചുകൊണ്ട്. 3:14 അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരെ സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട്. അപ്പം ഉത്സാഹം എന്നുള്ളതും പത്രോസ് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. സകല ഉത്സാഹവും കഴിച്ച് അധികം ശ്രമിപ്പീൻ, ഉത്സാഹിച്ചുകൊണ്ട്. എ തേർഡ് വേർഡ്, മൂന്നാമതായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഓർക്കുക, ഓർമ്മിപ്പിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരു ഫൊർഗെറ്റ്ഫുൾനെസ് ഉണ്ട്. പത്രോസ് തന്നെ അങ്ങനെ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ മറന്നുപോയത് കൊണ്ടുണ്ടായ അപകടം, അല്ലേ? നീ എന്നെ തള്ളി പറയും എന്ന് പറഞ്ഞു, പക്ഷേ അത് മറന്നുപോയതുകൊണ്ട് തള്ളി പറയേണ്ട ഒരു ഗതികേട് വന്നു. അങ്ങനെ കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. 1:12 പത്രോസ്, നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. 14-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം. ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. 15-ാം വാക്യത്തിൽ പറഞ്ഞു, എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. നിങ്ങളത് എന്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിപ്പിക്കും. 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ഓർത്തുകൊള്ളണം, ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുന്നു. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തോലന്മാർ മുഖാന്തരം കർത്താവ് രക്ഷിതാവുമാവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം. ഈ ലേഖനം 2:4 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുന്നു. 4-ാമത്തെ ഒരു പ്രധാനപ്പെട്ട വാക്ക് നാശം, മാലിന്യം, ഇടറിപ്പോവുക. കറപ്ഷൻ, പൊല്യൂഷൻ, സ്റ്റംബ്ലിംഗ്. ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. 1:4 ലോകത്തിൻ മോഹത്താലുള്ള നാശം. നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട്. 1:11 ഒരു നാളും ഇടറിപ്പോകാതെ. നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ. 2:12 നശിക്കാൻ പിറന്നവർ എന്നൊരു പ്രയോഗമുണ്ട്. നശിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ. 2:19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകൾ, ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങിപ്പോയി. അപ്പൊ ഈ വാക്കുകൾ പരിചയിച്ചാൽ ഈ പുസ്തകം പഠിക്കാൻ പറ്റും. എന്തൊക്കെയാണ്? പരിജ്ഞാനം, നോളജ് ഓഫ് ദ ലോർഡ്; ഉത്സാഹം, ഡിലിജൻസ്; റിമെമ്പറൻസ്, ഓർക്കുക, ഓർപ്പിക്കുക; 4-ാമത് നാശം, മാലിന്യം, ഇടറിപ്പോവുക. ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ലോകത്തിന്റെ നാശവും മാലിന്യവും ഒക്കെ പരണ്ട് ഈ ലോകത്തിൽ കിടക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് കർത്താവിനെ അറിയുക, നോളജ് ഓഫ് ദ ലോർഡ്. കർത്താവിനെ അറിയുക, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക, അവിടെ എത്താനായിട്ട് ഉത്സാഹിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ 1 പത്രോസും 2 പത്രോസും കൂടെ ഒന്ന് കമ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് 1 പീറ്റർ ആൻഡ് 2 പീറ്റർ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 2 കോളം വരയ്ക്കുകയാണെങ്കിൽ ഈ 2 നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഒരു കോളത്തിൽ 1 പീറ്റർ എന്നും മറ്റേ കോളത്തിൽ 2 പീറ്റർ എന്നും എഴുതുക. 1 പത്രോസിൽ കഷ്ടതയുടെയും പീഡനത്തിൻ്റെയും നടുവിൽ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ താങ്ങുകയും ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് 1 പത്രോസിൽ പത്രോസ് അനുവർത്തിച്ചതെങ്കിൽ 2 പത്രോസിൽ ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയും അവരുടെ ദുഷിച്ച ഉപദേശം സൂക്ഷിച്ച് ഒഴിയണം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. 2-ാമത് 1 പത്രോസിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ 2 പത്രോസിൽ കർത്താവിൻ്റെ കഷ്ടതയുടെ പരാമർശമേ ഇല്ല. 3-ാമതായിട്ട് 1 പത്രോസിൽ ശത്രുക്കളെ നേരിടാനായിട്ട് പഠിപ്പിക്കുന്നു.
ശത്രുക്കളെ അഭിമുഖീകരിക്കാനായിട്ട്. എന്നാൽ 2 പത്രോസിൽ അന്ധകാരത്തെയാണ് പരാമർശിക്കുന്നത്, സത്യവെളിച്ചത്തിൻ്റെ ആവശ്യം എന്താണെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. 1:19 വായിക്കുകയാണെങ്കിൽ ഈ ദൈവവചനം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെയാണ് എന്ന് പ്രത്യേകം. അപ്പോൾ നമുക്ക് അന്ധകാരത്തെ നേരിടുവാനായിട്ട് വിളക്കാണ് വേണ്ടത്, വചനമാണ് വേണ്ടത്. ശത്രുക്കളെ പലതരത്തിൽ നമുക്ക് അഭിമുഖീകരിക്കാം. എന്നാൽ ഈ അന്ധകാരം വ്യാപരിക്കുമ്പോൾ അവിടെ വചനം വെളിച്ചമായിട്ട് വരണം. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ദൈവവചനത്തെക്കുറിച്ച് അത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. അത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. 1 പത്രോസിൽ 4-ാമതായിട്ട് പത്രോസ് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് എഴുതിയത്. എന്നാൽ 2 പത്രോസ് എഴുതിയത് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. 1 പത്രോസിൽ കഷ്ടതയെക്കുറിച്ച് ദീർഘമായ വിവരണമുണ്ടെങ്കിൽ 2 പത്രോസിൽ തെറ്റിപ്പോകാൻ ഇടയുള്ള മേഖലകളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 ലേഖനങ്ങളും ഇതുപോലെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് കഷ്ടതയുടെ നടുവിൽ ആശ്വാസം പ്രാപിക്കുവാനും ദുരുപദേഷ്ടത്തിൻ്റെ നടുവിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകുവാനും ഇടയുണ്ടാകും എന്ന് ഓർക്കുക. ഈ ലേഖനത്തിൽ പത്രോസിൻ്റെ വ്യക്തിപരമായ ധാരാളം അനുഭവങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അത് നമുക്കൊരു മുതൽക്കൂട്ടാണ്. ഒന്നാമത് തൻ്റെ പ്രായാധിക്യവും താൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുകയാൽ. അപ്പം തൻ്റെ മരണത്തെക്കുറിച്ച്, പ്രായമായതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത് തൻ്റെ മറുരൂപമല അനുഭവത്തെക്കുറിച്ച്. മറുരൂപമലയിൽ പോയവർ ഒരുപാട് പേരില്ല, അല്ലേ? 3 പേര് മാത്രമേ കർത്താവിൻ്റെ കൂടെ മറുരൂപമലയിൽ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എന്നാ സംഭവിച്ചതെന്നുള്ളത് പത്രോസ് കൃത്യമായിട്ട് ഈ ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. 1-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ, അതിശ്രേഷ്ഠ തേജസ് ശബ്ദം ഉണ്ടായി, അതിശ്രേഷ്ഠ തേജസ് ഉണ്ടായി. ഇതാണ് മറുരൂപമലയിൽ സംഭവിച്ചത്. അത് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മളിതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ പേജിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചിരുന്നു. അവിടെ പത്രോസ് പ്രാപിച്ച കൃപകളെക്കുറിച്ചുള്ള വർണ്ണനയാണ്. വിശ്വാസത്തോട് വീര്യം, ഇല്ലേ, അങ്ങനെ കൂട്ടി സ്നേഹം വരെ പോകുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ അന്ത്യകാലത്തെക്കുറിച്ചുള്ളൊരു ദർശനം പത്രോസ് നമുക്ക് നൽകുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ വരവെന്തുകൊണ്ട് താമസിപ്പിക്കുന്നുവെന്നും എങ്ങനെയാണ് ഭൂമിയും അതിലെ പണികളും അഴിഞ്ഞു പോകുവാൻ പോകുന്നതെന്നും ഒക്കെ കൃത്യമായിട്ട് അന്ത്യകാല ദർശനം പത്രോസിനുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. കൂടാതെ അപ്പോസ്തലനായ പൗലോസിനെ പ്രശംസിക്കുന്നുമുണ്ട്. പൗലോസും ഇവർ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നു എന്ന് ആരും കരുതരുത്, അല്ലേ? നേരത്തെ യാക്കോബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ യാക്കോബുമായിട്ടും വഴക്കില്ല, ഒരപ്പോസ്തലനുമായിട്ടും വഴക്കില്ല. 3-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ വായിച്ചാൽ പൗലോസിനെ പ്രശംസിക്കുന്ന പത്രോസിനെ നമുക്ക് കാണാം. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അപ്പോസ്തലനായ പൗലോസിന് തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള കാര്യങ്ങളുണ്ട് എന്നുവരെ പത്രോസ് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രശംസയായിട്ട് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ പൊതുവായിട്ട് ഈ ലേഖനത്തെക്കുറിച്ച് ഓർത്തിരിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം ലേഖനം എഴുതിയ പത്രോസ് തന്നെയാണ് എഴുതിയത്. അതുകൊണ്ട് എഴുത്തുകാരനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ടതെന്ന്. പക്ഷേ എഴുത്തുകാരനെക്കുറിച്ച് ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും ശീമോൻ പത്രോസ് ആണിത് എഴുതുന്നതെന്ന് അവിടെ സൂചനയുണ്ട്. 3-1 ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. ഈ 2 വാക്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആധുനിക കാലഘട്ടത്തിൽ മോഡേൺ ക്രിട്ടിക്സ് എന്ന് വേണമെങ്കിൽ പറയാം, ആധുനിക കാലഘട്ടത്തിലെ വിമർശകന്മാർ ഈ ലേഖനം എഴുതിയത് പത്രോസ് അല്ല എന്ന് വിമർശിക്കുന്നവരും വാദഗതികൾ ഉന്നയിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 വാക്യങ്ങൾ കൂടാതെ മറുരൂപമല, മരണപരാമർശം ഒക്കെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. പക്ഷേ മോഡേൺ ക്രിട്ടിക്സ് ഇത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നതിന്, ഇതിനെ എതിർക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1-ാം ലേഖനവും 2-ാം ലേഖനവും കൂടെ നോക്കുമ്പോൾ
ഭാഷാ ശൈലിയിൽ സ്ഥായിയായ വ്യത്യാസമുണ്ട്. ഒന്നാം ലേഖനത്തിൽ സുന്ദരമായ ഗ്രീക്ക് സാഹിത്യ ശൈലിയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ രണ്ടാം ലേഖനം വായിക്കുമ്പോൾ തപ്പിത്തടഞ്ഞ് ഗ്രീക്ക് പറയുന്ന ഒരാളെ പോലെയാണ് ഈ രണ്ടാം ലേഖനം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് മാത്രം ഗ്രഹിച്ചാൽ മതി. നമുക്കത് അത്ര പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിലും ഈ ബൈബിൾ സർവേ ഒക്കെ പഠിച്ചിട്ട് ഇതൊന്നും അറിഞ്ഞുകൂടെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് കാര്യം അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഈ 1 പത്രോസ് എന്ന് പറയുന്ന ലേഖനം സിൽവാനോസ് എഴുതിയെടുത്തതാണെന്ന് നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം നന്നായിട്ട് ഗ്രീക്ക് അറിയാവുന്ന ആളായിരുന്നു, അതുകൊണ്ട് ഭംഗിയായിട്ട് എഴുതി കാണും. എന്നാൽ 2 പത്രോസ് തന്നെത്താൻ എഴുതിയതാണ്. അദ്ദേഹം സംസാരിച്ചിരുന്നത് അരാമിക്കാണ്. അദ്ദേഹം ഒരു വലിയ വിദ്യാസമ്പന്നനായിരുന്നില്ല. ആൻഡ് ഹി വാസ് ബിക്കമിങ് ഓൾഡ് ഓൾസോ, അല്ലെ, പ്രായമായിക്കൊണ്ടിരിക്കുന്നു. അരാമിക് ഭാഷ സംസാരിക്കുന്ന ഒരാൾ, ഗ്രീക്കിൽ അത്രയും അവഗാഹമില്ലാത്ത ആൾ. അങ്ങനെ ഉള്ള ഒരാളെ എഴുതിയപ്പോൾ ഗ്രീക്ക് ശൈലിയിൽ അല്പം വ്യത്യാസമൊക്കെ വന്നെന്ന് വരാം. എന്നാൽ താൻ തന്നെ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. ഒരൊറ്റ വാക്യം മതി ബാക്കിയെല്ലാം ഡിസ്പ്യൂട്ടഡ് ആകാൻ വേണ്ടി. അതുകൊണ്ട് 2-ാം ലേഖനം എഴുതിയത് ആര് തന്നെയാണ്? പത്രോസ് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഏതാണെങ്കിലും കർത്താവ് നമുക്ക് ഈ ദൈവവചനത്തിൽ തന്നിരിക്കുന്നത് കൊണ്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാനായിട്ടല്ല, അതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ 2-ാം അധ്യായം, 2 പത്രോസ് 2-ാം അധ്യായം യൂദയുടെ ലേഖനത്തിൻ്റെ ഒരു തനി പകർപ്പ് പോലെയായിരിക്കുന്നത്. ഇപ്പോൾ പിള്ളേരൊക്കെ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നത് പോലെ യൂദയുടെ ലേഖനം പത്രോസ് കോപ്പി അടിച്ച് തൻ്റെ ലേഖനത്തിൽ ചേർത്തതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ കോപ്പി അടിച്ച് ചേർത്തതല്ല. 2 പേരിലും ഒരേ ആത്മാവ് വ്യാപരിച്ചതുകൊണ്ട് ഈ ആശയം വളരെ പ്രസക്തമായതുകൊണ്ട് ഏത് കാര്യവും 2 സാക്ഷികളുടെ വായാൽ ഉറപ്പാക്കാവുന്നതാണല്ലോ. അപ്പോൾ പത്രോസിനെ കൊണ്ടും യൂദയെ കൊണ്ടും ദൈവാത്മാവ് ദുരുപദേഷ്ടാക്കന്മാർക്ക് വരാൻ പോകുന്ന ഗതിയെക്കുറിച്ച് കൃത്യമായിട്ട് പ്രവചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നോർക്കുക. ഈ ലേഖനം ആർക്ക് എഴുതി പ്രത്യേകിച്ച് ഒരു ഭൂപ്രദേശം പരാമർശിക്കുന്നില്ല. പക്ഷെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ, 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. അപ്പം 1-ാം ലേഖനം കിട്ടിയവർക്ക് തന്നെയാണ്, അല്ലേ? ഞാനിപ്പോൾ എഴുതുന്നത് ഇത് 2-ാം ലേഖനമല്ലോ എന്ന് പറയുമ്പം 1-ാം ലേഖനം കിട്ടിയവർക്കാണല്ലോ, അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ 1-ാം ലേഖനം ആർക്കാ കിട്ടിയത്? 1-ന്റെ 1 നമ്മൾ വായിച്ചായിരുന്നു, ചിതറിപ്പാർക്കുന്ന 1-ന്റെ 1 വായിച്ചു നോക്കിയേ. യേശുക്രിസ്തുവിന്റെ ദാസൻ അപ്പോസ്തലനായ ശീമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അതെ, അപ്പം അവർക്ക് തന്നെയാണ് ഈ 2-ാം ലേഖനവും എഴുതിയതെന്നുള്ളത് ക്ലിയർ ആണ്. എഴുതിയ സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1 പത്രോസ് നീറോയുടെ പീഡനം തുടങ്ങിയപ്പോൾ എഴുതിയതാണ്. 2 പത്രോസിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് എഴുതിയതാണ്. അതാണ് 1-14 നമ്മൾ വായിച്ചത്. എൻ്റെ നിര്യാണകാലം അടുത്തു, അത് ഈ കൂടാരം പൊളിഞ്ഞു പോകാൻ. 1-14 ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത് എൻ്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തു. നിര്യാണത്തിന്റെ സമയത്താണ് എഴുതുന്നത്. സോ പ്രോബബ്ലി ഇറ്റ് ക്യാൻ ബി 66 AD. AD 64-നും 66-നും ഇടയ്ക്കുള്ള കാലഘട്ടമായിരിക്കും. ആ സമയത്താണ് പത്രോസ് മാർട്ടിയർഡ്, രക്തസാക്ഷി ആകുന്നത്. അതുകൊണ്ട് ആ സമയത്ത് റോമിൽ വെച്ചാണ് രക്തസാക്ഷി ആകുന്നത്. റോമിൽ നിന്ന് എഴുതിയതാകാനാണ് സാധ്യത. നമുക്ക് മുമ്പോട്ട് പോകാം. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലാണ് നാം കാണുന്നത്. തൻ്റെ മഹത്വത്താലും വീര്യത്താലും. വായിക്കാം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇത് എങ്ങനെയാണ് പ്രധാനപ്പെട്ട ചിന്തയാകുന്നതെന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ദുരുപദേശങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ മഹിമ കൊണ്ട് മാത്രമാണ് ഇതിനെ എതിർക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവിക്കുവാനും ഭക്തി ഉള്ളൊരു ജീവിതം നയിക്കുവാനും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ എഴുതിയ പശ്ചാത്തലം വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനായിട്ട് ഈ ലേഖനം നമ്മെ പ്രബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലേഖനത്തിന് 3 അധ്യായങ്ങളാണുള്ളത്. 1, 2, 3 അധ്യായങ്ങളിൽ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ ക്രിസ്തു പരിജ്ഞാനം, 2-ാം അധ്യായത്തിൽ ദുരുപദേശകന്മാർ, 3-ാം അധ്യായത്തിൽ യഥാർത്ഥ വിശ്വാസി എങ്ങനെ ആയിരിക്കണം, ക്രിസ്തീയ മൂല്യങ്ങൾ, ക്രിസ്തുവില്ലാത്ത അധ്യാപകന്മാർ, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ നാം എങ്ങനെ ജീവിക്കണം. ഈ കാര്യങ്ങളാണ് ഈ 3 അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. 1-ാമത്തെ അധ്യായം ക്രിസ്തു പരിജ്ഞാനത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. 1-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിജ്ഞാനം ദാനമായിട്ട് നമുക്ക് തന്നിരിക്കും. ഗിഫ്റ്റ് ഓഫ് നോളജ്, അല്ലേ? നമുക്ക് പരിജ്ഞാനം ദാനമായിട്ട് തന്നിരിക്കുന്നു. നമുക്ക് 4-ാം വാക്യം വായിക്കാം. അവയാൽ
അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അതൊരു ദാനമായിട്ടാണ് ഈ പരിജ്ഞാനം നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ വി മസ്റ്റ് ഗ്രോ ഇൻ ദാറ്റ് നോളജ്. അതാണ് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തോട് വീര്യം ഒക്കെ കൂട്ടി നമ്മൾ ഈ ജ്ഞാനത്തിൽ വളർന്നു വരണം. ഈ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 12-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പം ജ്ഞാനം എങ്ങനെയാണ് ദാനമായിട്ട് ലഭിച്ചത്, അതിലെങ്ങനെയാണ് നമ്മൾ വളരേണ്ടത്, അതിൻ്റെ അടിസ്ഥാനം എന്താണ്, ഈ കാര്യങ്ങളാണ്. ഗിഫ്റ്റ് ഓഫ് നോളജ്, ഗ്രോത്ത് ഇൻ നോളജ് ആൻഡ് ദ ഗ്രൗണ്ട് ഓഫ് നോളജ്. 1-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങളെല്ലാം ആദ്യത്തെ 10-21 വാക്യങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ ആരംഭിക്കുന്ന ക്രിസ്തീയ ജീവിതം വളർച്ച പ്രാപിക്കണം. വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം, ഇങ്ങനെ 7 പടികൾ കയറി നാം മുന്നോട്ട് പോകണം. പക്ഷേ ഈ പടികൾ കയറുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. 11-ാം വാക്യം ഒന്ന് വായിച്ചാൽ, 1:11 വായിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ. അപ്പം ഇടയ്ക്കൊക്കെ വിശ്വാസികൾക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അവർ സ്റ്റെപ്പ് കയറുമ്പോൾ ഇടറിപ്പോകുന്നു, കാലിടറി വീഴുന്നു. ഇടറി പോകാതിരിക്കുവാൻ ദൈവവചനത്തിൽ ആശ്രയിക്കണം. അനുഭവങ്ങൾ മാഞ്ഞു പോകും, മനുഷ്യർ മരിക്കും, ലോകം അന്ധകാരമയമാകും, എന്നാൽ ദൈവവചനത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകുകയില്ല. അനുഭവങ്ങളിലേക്ക് പത്രോസിൻ്റെ തന്നെ അനുഭവം, മറുവമലയുടെ അനുഭവമൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതൊക്കെ മാഞ്ഞുപോയി ഇല്ലേ? കർത്താവ് ലോകം വിട്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തനിക്ക് ലഭിച്ച മറുവമല അനുഭവം മാഞ്ഞുപോയി. മനുഷ്യർ മരിച്ചു, താനും മരിക്കാനായിട്ട് പോവുകയാണ്, ലോകം അന്ധകാരമയമാകാനും പോവുകയാണ്. എന്നാൽ 19-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ എന്തുമാത്രമാണ് ഇരിക്കുന്നത്? ദൈവവചനം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം പണിയപ്പെടേണ്ടത്, ക്രിസ്തുവിനെ അറിയേണ്ടതൊക്കെ ഈ വചനത്താലാണ്. 19-ാം വാക്യം നമുക്ക് അതുകൊണ്ട് വായിക്കാം. 19-ാം വാക്യം, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. അപ്പൊ വചനം, സ്ഥിരമായ വചനം എന്ന പ്രയോഗം ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം മാറും അല്ലേ? അത് അനുഭവങ്ങൾ മാഞ്ഞു പോകും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അനുഭവങ്ങൾ മാഞ്ഞു പോകും, ആളുകൾ മരിച്ചു പോകും, ലോകം അന്ധകാരമയമാകും, പക്ഷെ വചനം സ്ഥിരമായിട്ടിരിക്കും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും വചനത്തിൽ നിന്ന് വള്ളി പുള്ളി മാഞ്ഞു പോകാതെ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്നു. ആദ്യം തൊട്ട് വായിച്ചാട്ടെ 19-ാം വാക്യം. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ. അപ്പൊ ഈ സ്ഥിരമായ വചനം പ്രകാശിക്കുന്ന വിളക്കാണ്. മനസ്സിലായി? സ്ഥിരമായ വചനം. അപ്പൊ ഈ വചനം സ്ഥിരമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വചനത്തിന്റെ വെളിച്ചം എപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. പലരും അത് സ്വീകരിക്കാത്തത് കൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത്. ഇനി വചനത്തെ പലരും സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് എവിടുന്ന് വന്നതാണെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, ഇതൊരിക്കലും സ്വന്തം താല്പര്യപ്രകാരം വന്നതല്ല, പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ്. ഇനി ആ വാക്യം മുഴുവൻ ആദ്യം തൊട്ട് വായിച്ചാട്ട്. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. വചനത്തിൽ വേരൂന്നി വളരണം. പലർക്കും അതിന് മടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ പലരും സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, ബൈബിളിൽ ദൈവത്തിന്റെ വചനം ഉണ്ട്, പക്ഷെ ബൈബിൾ ദൈവവചനം അല്ല എന്നാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ദർ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ദ ബൈബിൾ ബട്ട് ദ ഹോൾ ബൈബിൾ ഈസ് നോട്ട് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പലരും പറയാറുണ്ട് അല്ലേ? ബൈബിളിൽ അവിടെ ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ വചനമുണ്ട്, പക്ഷെ ബൈബിൾ ദൈവവചനം അല്ല. അതിപ്പോൾ ഒരു ആധുനിക ചിന്തയാണ്, പണ്ടും ഉണ്ടായിരുന്നു. അതിനാണ് പത്രോസ് തിരുത്തുന്നത്. മനുഷ്യരാരും സ്വയമായി പറഞ്ഞ കാര്യങ്ങളല്ല ഈ ബൈബിളിൽ വന്നിരിക്കുന്നത്, പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്. അത് സ്ഥിരമായ വചനമാണ്, ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്കാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒരാൾക്ക് ക്രിസ്തു പരിജ്ഞാനം, നേരത്തെ പറഞ്ഞു ഗിഫ്റ്റ് ഓഫ് നോളജ്, ഗ്രോത്ത് ഇൻ നോളജ് എന്നൊക്കെ, അതിലൊക്കെ എങ്ങനെ വളരാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ വചനത്തിൽ വേരൂന്നി വളരണം. അതല്ലാതെ ഒരു വഴി ഇല്ല. അതാണ് 1-ാം അധ്യായം. 2-ാം അധ്യായം ദുരുപദേശന്മാർക്ക് എതിരായിട്ടാണ്. 2-ാം അധ്യായം അവിടെ സൂക്ഷിക്കുക എന്ന ഒരു പദമാണ് പ്രധാനം. ബി അലേർട്ട് ആൻഡ് ബിവെയർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ദുരുപദേശങ്ങൾ
സഭയ്ക്കകത്തും പുറത്തും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയുള്ള ആളുകൾ ആയിരിക്കണം. ഈ 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങളിൽ എന്താണ് ഈ ദുരുപദേശത്തിൻ്റെ കുഴപ്പം? അവരും പറഞ്ഞോട്ടെ, നമ്മളെന്തിനാ അതിനെ എതിർക്കുന്നതെന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. വാട്ട് ഈസ് ദ പ്രോബ്ലം, എന്താണ് അതിൻ്റെ കുറ്റം എന്നുള്ളത് അവിടെ വിവരിച്ചിട്ടുണ്ട്. 2:10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ ദുരുപദേശം പറയുന്ന ആളുകളുടെ സ്വഭാവം എന്താണ്, കണ്ടംനേഷൻ ഓഫ് ദി ഫോൾസ് ടീച്ചേഴ്സ് ആൻഡ് ദി ക്യാരക്ടർ ഓഫ് ദി ഫോൾസ് ടീച്ചേഴ്സ്. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ ക്ലെയിംസ്, അവരുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-ാം അധ്യായത്തെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ കുറ്റം എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ അവകാശവാദങ്ങൾ എന്താണ്, അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ അധ്യായം പഠിച്ചാൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എളുപ്പമാകും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ വ്യാജന്മാർ അല്ലെങ്കിൽ കൗണ്ടർ ഫീറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പുതിയതല്ല. എന്തെങ്കിലും ഒരു പുതിയ കാര്യമോ ഒരു നല്ല കാര്യമോ വന്നാൽ അതിനെന്തുണ്ടാകും? വ്യാജൻ, കൗണ്ടർ ഫീറ്റ് ഉണ്ടാകും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, 2000 രൂപയുടെ നോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വ്യാജൻ ഇറങ്ങി എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അന്ന് പത്രത്തിലൊക്കെ വന്നതാണ്. ഇപ്പോൾ പിന്നെ 2000 നോട്ടൊക്കെ പിൻവലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 500-ൻ്റേത് എല്ലാത്തിൻ്റെയും നോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വ്യാജൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്രൈസ്തവ ഗോളത്തിലും സത്യവചനം വരുന്നതിനോടൊപ്പം തന്നെ സാത്താൻ ഭയങ്കര വിദഗ്ധനും തന്ത്രശാലിയുമായതുകൊണ്ട്, അവൻ അനുകരിക്കാൻ മിടുക്കനായതുകൊണ്ട് വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കും. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഓർത്താൽ മതി. അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് വായിച്ചാട്ടെ. ഇങ്ങനെയുള്ളവർ കള്ള അപ്പസ്തോലന്മാർ, അപ്പസ്തോലന്മാരുണ്ടെങ്കിൽ കള്ള അപ്പസ്തോലന്മാരുണ്ട്, കപട വേലക്കാർ, കള്ള വേലക്കാരുണ്ട്, ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരുണ്ട്. അത് ആശ്ചര്യവുമല്ല, ആശ്ചര്യമല്ല. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ, സാത്താന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, യാതൊരു അതിശയമില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. പക്ഷെ ഇപ്പം വലിയ കുഴപ്പമൊന്നും തോന്നുകയില്ല. പിന്നെ കർത്താവ് പറഞ്ഞ ഉപമകളൊക്കെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, കള വിതയ്ക്കുന്ന കാര്യം പറഞ്ഞല്ലോ. നല്ല വിത്ത് വിതച്ചതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കള വിതച്ചു. ഭോഷ്ക് പറയും, സ്വന്തം നീതി സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കും, ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ നടക്കുമോ? ഇതൊക്കെ പിന്നെ അവർ അത്ഭുതം ചെയ്തല്ലോ, അവരങ്ങനെ പറഞ്ഞിട്ട് അവരുടെ അവിടെ ആളുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു വാക്യം വായിച്ചാൽ മതി. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, എല്ലാ ശക്തിയും ശരിയായ സ്രോതസ്സിൽ നിന്നാണെന്ന് വിചാരിക്കരുത്. വ്യാജമായ സകല ശക്തിയും അടയാളവും അത്ഭുതവും അനീതിയുടെ വഞ്ചനയും, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും, ശക്തിയും അടയാളമൊക്കെ ഉണ്ട് കേട്ടോ. വ്യാജമായ ശക്തിയുണ്ട്, അടയാളമുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അനീതിയുടെ വഞ്ചന. അപ്പം ഇത് ഉണ്ട്. ഇത് ദൈവം കുറച്ചൊക്കെ അനുവദിക്കും. കാരണം താഴെ നിങ്ങൾ വായിച്ചാൽ ദൈവം അത് അനുവദിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് സത്യം സ്വീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഈ തെറ്റിലേക്ക് പോകട്ടെ എന്ന് വിചാരിച്ച് ദൈവം അവരെ, റോമാലേഖനത്തിൽ പറയുന്നത് ഗോഡ് ഗേവ് ദം അപ്പ്, ദൈവം കൈവിട്ട് കളയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. നാം വചനപ്രകാരം കൃത്യമായിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നില്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം, ഇത് അധ്യായത്തെക്കുറിച്ച് ഒരു പൊതു വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത്. 2-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചാൽ അവരുടെ കുറ്റം എന്താണ് എന്നുള്ളത്, കുറ്റം, സ്വഭാവം, അവകാശവാദങ്ങൾ, ഈ 3 കാര്യങ്ങളാണല്ലോ. ഓക്കെ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച്. അവിടെ കുറ്റമുണ്ട്, നാശകരമായ മതഭേദങ്ങൾ. പിന്നെ ഒരു വാക്കുകൂടെ ഉണ്ടായിരുന്നു, നുഴയിച്ച്, അല്ലേ? അപ്പം സീക്രട്ട്ലി ബ്രിങ്ങിങ് ഇൻ എലോങ് സൈഡ്, അതായത് ഈ കള്ളനാണയവും ശരി നാണയത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കുക. അപ്പോൾ ഈ ശരിയായ നോട്ടിൻ്റെ ഇടയ്ക്ക് ഒരു കള്ളനാണയം വരുമ്പം അതങ്ങ് രക്ഷപ്പെട്ട് പൊക്കോളും എന്നവർ ധരിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നാശകരമായ മതഭേദങ്ങൾ നുഴയിച്ച്, പ്രൈവലി, യൂദായും ഇത് തന്നെ പറയുന്നുണ്ട്, നുഴഞ്ഞു വന്നിരിക്കുന്നു. യൂദായുടെ ലേഖനം 4-ാം വാക്യം നോക്കിയാൽ ഒരു അധ്യായമേ ഉള്ളല്ലോ, അവിടെ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഇത് 2 ഒരേപോലുള്ള അധ്യായങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു.
എന്നിട്ട് അവരെ എന്ത് ചെയ്യുന്നു? 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് അവര് കാര്യസാധ്യത്തിന് വേണ്ടി തങ്ങളെ വിലയ്ക്ക് മേടിച്ച കർത്താവിനെ വരെ തള്ളിപ്പറഞ്ഞു. എന്തായിരുന്നു അവരുടെ കാര്യസാധ്യം? 3-ാം വാക്യത്തിലുണ്ട്, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശല്യവാക്ക് പറഞ്ഞ്. ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക്, ദ്രവ്യാഗ്രഹം. അപ്പൊ ഈ ദ്രവ്യാഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ കൗശലവാക്ക് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് പഠിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഡിസ്ക്രിപ്ഷൻ പേജിൽ പോയിട്ട് നിങ്ങൾ ആ ലിങ്ക് എടുത്ത് വിശദാംശങ്ങൾ നോക്കണം. എങ്കിലും ചുരുക്കത്തിൽ പറഞ്ഞാൽ കൗശലവാക്ക് എന്നുള്ളത് ഗ്രീക്കിലെ പ്ലാസ്റ്റോസ് എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. പ്ലാസ്റ്റോസ് എന്നാണ് പ്ലാസ്റ്റിക് വരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താ? ഫ്ലെക്സിബിൾ. മനസ്സിലായി? അത്ര പെട്ടെന്ന് എളുപ്പം വളയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ കൗശലവാക്കെന്ന് പറഞ്ഞാൽ എങ്ങോട്ടും വളയ്ക്കും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കാശ് കിട്ടണം. ദ്രവ്യാഗ്രഹത്തിൻ കൗശലവാക്ക്. വാക്കുകളൊക്കെ എങ്ങനെ വേണമെങ്കിലും മാറ്റിയും തിരിച്ചും ഒക്കെ പറയും. പണം ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ, 2-ാം വാക്യം നോക്കിയാട്ടെ. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ, ദ്രവ്യാഗ്രഹം, ദുഷ്കാമ പ്രവൃത്തികൾ, ദുർനടപ്പ്, അഹങ്കാരം, ഇതൊക്കെ പലരും ഇത് പഴയ കാര്യം, ഇത് പുതിയ കാര്യമല്ല, പണ്ട് മുതലേ ഉള്ളത്. നമുക്ക് പഴയ നിയമ പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. ഇതെങ്ങനെയാണ് പണ്ട് മുതലേ നടന്നിട്ടുള്ളതെന്ന് അറിയാൻ. ഒന്നാമത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം കേൾക്കാം. യിരെമ്യാവ് 23:14. യെരുശലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമുള്ളത് കണ്ടിരിക്കുന്നു. അവർ വ്യഭിചാരം ചെയ്തു. കണ്ടോ? പ്രവാചകന്മാരെ വ്യഭിചാരം ചെയ്തും വ്യാജത്തിൽ നടക്കുന്ന ആരും തന്റെ ദുഷ്ടത വിട്ടു തിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവൃത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അവരെല്ലാവരും എനിക്ക് സോദോം പോലെയും അതിലെ നിവാസികൾ ഗൊമോറ പോലെയും ഇരിക്കുന്നു. എന്നിട്ട് 32-ാം വാക്യത്തിലേക്ക് വന്നാൽ, വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഭോഷ്ക് കൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും തന്റെ ജനത്തെ തെറ്റിച്ചു കളയുന്നവർക്ക്, ഭോഷ്ക് കൊണ്ടും വ്യർത്ഥ പ്രവചനം കൊണ്ടും വ്യാജ സ്വപ്നം കൊണ്ടും ജനത്തെ തെറ്റിച്ചു കളയുന്നവർക്ക്, ഭോഷ്ക് കൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും തന്റെ ജനത്തെ തെറ്റിച്ചു കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതാണ് അവരുടെ തന്ത്രം. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവർ ഈ ജനത്തിന് ഒട്ടും പ്രയോജനമായിരിക്കില്ലെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം അയക്കാതെ ജനത്തിന് പ്രയോജനമില്ലാത്ത ദുരുപദേഷ്ടാക്കന്മാര് ഉണ്ടാകും, സൂക്ഷിക്കണം. മീഖയുടെ പ്രവചനത്തിൽ കൂടി പോയാൽ ഇതിനേക്കാൾ കുറച്ചുകൂടി രസകരമായിട്ട് മീഖ അത് വിവരിക്കുന്നുണ്ട്. മീഖ പ്രവചനം 3-ാം അധ്യായത്തിൽ നിന്ന് 11-ാം വാക്യവും 5-ാം വാക്യവും മാത്രം നമുക്ക് വായിക്കാം. ബാക്കി നിങ്ങൾ പഠിച്ചോണം. മീഖ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ആദ്യം വായിക്കാം. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. 5-ാം വാക്യം വായിച്ചാൽ, 5-ാം വാക്യം കുറെ കൂടെ ക്ലിയർ ആയിട്ട് 5-ാം വാക്യം പറയുക. എന്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും പല്ലിന് കടിക്കുവാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും, പല്ലിന് കടിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും, അവരുടെ വായിൽ ഒന്നും ഇട്ടു കൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വായിലും പോക്കറ്റിലും ഇട്ട് കൊടുക്കണമായിരിക്കും അല്ലേ? വായിലും പോക്കറ്റിലും ഒക്കെ കവറും തിന്നാൻ ഭക്ഷണ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നവരെ കുറിച്ച് നല്ലത്, അല്ലാത്തവരെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രവചിക്കുന്ന ആളുകൾ. ഇത് പണ്ടുമുള്ളതാണ് കേട്ടോ, ഇന്നും ഉണ്ട്. കാരണം അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് ഉപയോഗിക്കുന്നവരാണ്. അവരെ തങ്ങളെ രക്ഷിച്ച നാഥനെ തള്ളി പറഞ്ഞവരാണ്. അവരെ പലരും അനുകരിക്കും. നമുക്ക് തിരിച്ച് 2 പത്രോസിലേക്ക് വരികയാണെങ്കിൽ 2:18 വായിക്കുന്നത് അവർ വെറും വമ്പ് പറയുന്നു എന്നാണ്. വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ ഇവർ വെറും വമ്പ് പറഞ്ഞാണ് ആളുകളെ വഞ്ചിക്കുന്നത്. 22-ാം വാക്യത്തിൽ അവരെ കുറിച്ച് പറഞ്ഞു, അവര് കുളിച്ചിട്ട് ചെളിയിൽ കിടന്ന് ഉരുളുന്ന പന്നിയും അതുപോലെ തന്നെ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായ. വായിച്ചാട്ടെ. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായ എന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് ഭവിച്ചു. എന്താ? അവരുടെ ഹൃദയത്തിന് മാറ്റം വന്നില്ല. പുറത്ത് മാറ്റം വന്നു, അകത്തുനിന്ന് ഏതാണ്ടൊക്കെ പോയി, പക്ഷേ ഹൃദയ രൂപാന്തരം വന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം.
പുറം ശരിയായി എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല, ഹൃദയ രൂപാന്തരം ആവശ്യമാണ്. ഈ അധ്യായത്തിൽ 3 വിശ്വാസത്യാഗികളെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ദൈവം അവരെ ആദരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയും ഈ വിശ്വാസത്യാഗം പറയുന്ന ആളുകളെ ദൈവം ആദരിക്കുകയല്ല. 4-ാം വാക്യം വായിച്ചിട്ട് 2:4 പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട്. അപ്പൊ കാര്യം മനസ്സിലായല്ലോ, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല, ശിക്ഷിച്ചു. 2:5 പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ. അപ്പം ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയ ന്യായവിധി അയച്ചു. അന്നും ദൈവം വിടുവിച്ചില്ല, നോഹയെ മാത്രമേ വിടുവിച്ചുള്ളൂ. 6-7 വാക്യങ്ങളില് സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച്. അപ്പൊ കണ്ടോ, ഇവിടെ 3 സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ പറയുകയാണ്. പാപം ചെയ്ത ദൂതന്മാര്, ഭക്തി കേട്ടവരുടെ ലോകം, സൊദോം ഗോമോറയിലെ അധർമ്മികൾ. ഈ 3 സംഭവങ്ങളിലും ദൈവം ന്യായവിധി അയച്ചു. നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പം മറന്നുപോയെന്ന് തോന്നുന്നല്ലേ. ദുരുപദേഷ്ടാക്കന്മാർ പറഞ്ഞത് കർത്താവ് വരികയല്ല, ന്യായവിധി ഇല്ലെന്നല്ലേ. പക്ഷെ ന്യായവിധി വന്ന സന്ദർഭങ്ങൾ ചരിത്രത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയും ന്യായവിധി ഉണ്ടാകും. എന്നാൽ ഭക്തന്മാരെ വിടുവിച്ചു, നോഹയെ വിടുവിച്ചു, ലോത്തിനെ വിടുവിച്ചു, ഇല്ലേ? അതുപോലെ യഥാർത്ഥ വിശ്വാസികൾ വിടുവിക്കപ്പെടുകയും അല്ലാത്തവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വരുന്നുണ്ട് എന്ന് പത്രോസ് ഉറപ്പ് തരികയാണ്. മൂന്നാമതായിട്ട് അവസാനത്തെ അധ്യായം, 3-ാമത്തെ അധ്യായം, യഥാർത്ഥ വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നും കൂടെ പത്രോസ് പഠിപ്പിക്കുന്നുണ്ട്. 3:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം ശ്രദ്ധയുള്ളവരായിരിക്കണം, ബി മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3:8 മുതൽ 10 വരെ അറിവില്ലാതിരിക്കരുത്, ബി നോട്ട് ഇഗ്നറൻറ്റ്. 3:11 മുതൽ 14 വരെ ഉത്സാഹികളായിരിക്കണമെന്നും 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം ഉണർന്ന് ജാഗ്രതയുള്ളവരായിരിക്കണമെന്നും പത്രോസ് പഠിപ്പിക്കുകയാണ്. ബി മൈൻഡ്ഫുൾ, ബി നോട്ട് ഇഗ്നറൻറ്റ്, ബി ഡിലിജൻറ്റ് ആൻഡ് ബിവെയർ ഓഫ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഓർമ്മ വേണം. അന്ത്യകാലത്ത് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ദുരുപദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ഉപദേശമാണ് ഏറ്റവും വലിയ ദുരുപദേശം. കർത്താവ് വരികയില്ലെന്നും ന്യായവിധി ഇല്ലെന്നും കർത്താവ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുകയില്ലെന്നും, ഇതൊക്കെ വെറുതെ ഒരു ആളുകളെ ഇങ്ങനെ പേടിപ്പിക്കാനായിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളാണെന്നും ഒക്കെയുള്ള പരിഹാസ വിഷയങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് 3-4 വാക്യങ്ങൾ വായിച്ചാൽ പരിഹാസ വിഷയങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാകും. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം ഇവിടെ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. സ്വന്തം മോഹങ്ങൾ അനുസരിച്ച് നടക്കണം, മനസ്സിലായോ? കർത്താവ് വരുമെങ്കിൽ സ്വന്തം മോഹം അനുസരിക്കാൻ പറ്റുകയില്ല, ന്യായവിധി ഉണ്ടെന്നൊക്കെ വിചാരിച്ച് നമ്മുടെ നടപ്പ് ക്രമീകരിക്കേണ്ടി വരുമല്ലോ. അപ്പം കർത്താവ് മടങ്ങി വരികയില്ല, നമുക്കിഷ്ടം പോലെ നടക്കാം, ന്യായവിധിയില്ല, തേജസ്സുള്ള ദൈവരാജ്യ സ്ഥാപനമില്ല. ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ മറക്കരുതാത്ത 3 കാര്യങ്ങൾ. 3:2, 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തോലന്മാർ മുഖാന്തരം കർത്താവ് രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന്. എന്താ? ദൈവവചനത്തിന് മാറ്റമില്ല. ദൈവവചനം സത്യമാണ്, ദൈവവചനത്തിന് മാറ്റം ഇല്ല. അപ്പസ്തോലന്മാർ മുഖാന്തരം തന്ന കൽപ്പന, വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം തന്ന വചനം, ഈ വചനം സത്യമാണ്, അതിന് മാറ്റം ഇല്ല. വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും, ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. 3:5 വാക്യത്തിൽ പറഞ്ഞു ദൈവത്തിന്റെ പ്രവൃത്തിയും സ്ഥിരമുള്ളതാണ്. 5ഉം 7ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും. അപ്പൊ ദൈവവചനം സ്ഥിരതയുള്ളതാണ്, മാറ്റമില്ലാത്തതാണ്, സത്യമാണ്. ആ വചനത്താലാണ് ഭൂമി ഉണ്ടായത്. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ, ഇപ്പോഴത്തെ ആകാശവും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും. അപ്പോൾ ഉണ്ട്, ന്യായവിധി ഉണ്ട്, തീയുണ്ട്. കാരണം വചനം സ്ഥിരമാണ്, വചനം സത്യമാണ്, വചനത്തിന് മാറ്റമില്ല. വചനത്താൽ സൃഷ്ടിച്ചു, വചനത്താൽ തന്നെ ഈ ഭൂമി തീക്കായിട്ട് സൂക്ഷിക്കും. അതെന്തിനെന്താ സംഭവിക്കാത്തത്? അതല്ലേ ആളുകളുടെ ചോദ്യം. എന്നിട്ട് എന്താ സംഭവിക്കാത്തത്? എത്ര കൊല്ലമായി പറയാൻ തുടങ്ങിയിട്ട്? അപ്പോൾ വേറൊരു കാര്യം കൂടെ ഓർക്കണം. 9-ാം വാക്യത്തിൽ പറഞ്ഞു ദൈവഹിതം, അല്ലെങ്കിൽ ദൈവത്തിന്റെ നടപടികൾ കരുണയും ദീർഘക്ഷമയും. താമസിക്കാനൊരു കാരണമുണ്ട്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആര് നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. നമ്മൾ ആരും നശിച്ചു പോകണമെന്ന് അവൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി അവസരം തന്ന്
കാത്തിരിക്കുന്നു. ദീർഘക്ഷമ, കരുണ, അത് മാത്രമാണ്. ഒറ്റയടിക്ക് എല്ലാത്തിനെയും നശിപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമില്ല. അതുകൊണ്ട് നമ്മൾ ഉത്സാഹികളായിരിക്കണം, ഭക്തിയോടെ ജീവിക്കണം. 3:12 3-ാം അധ്യായത്തിന്റെ 12 നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. നമ്മൾ വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. 11-ാം വാക്യത്തിൽ പറഞ്ഞു, ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കുകയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട്. അതെങ്ങനെ ദൈവ ദിവസത്തെ ബന്ധപ്പെടുത്താൻ കഴിയുന്നത്? നഷ്ടപ്പെട്ട ആത്മാക്കളെ നേടുന്നത് വഴിയാണ്. അപ്പൊ നമ്മൾ ദൈവവേലയിൽ ഉത്സുകരായിരിക്കണം, ഭക്തിയുള്ള ഒരു ജീവിതം നയിക്കണം. മാത്രമല്ല 3:18 പറഞ്ഞു, കൃപയിലും ക്രിസ്തുയേശുവിന്റെ പരിജ്ഞാനത്തിലും വളരണം. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അപ്പൊ നമ്മൾ ഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുകയും നഷ്ടപ്പെട്ട ആത്മാക്കളെ നേടുകയും നമ്മൾ തന്നെ ആത്മീയമായിട്ട് വളരുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ദുരുപദേശങ്ങളൊക്കെ അതിജീവിച്ച് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. 3-ാം അധ്യായത്തിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 4 പ്രാവശ്യം പത്രോസ് പ്രിയമുള്ളവരെ എന്ന് വിളിക്കുന്നുണ്ട്. ആ പ്രിയമുള്ളവരെ എന്ന് വിളിച്ചപ്പോഴൊക്കെ അവരോടൊരു കാര്യം പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് ഓർത്ത് ഈ ലേഖന പഠനം അവസാനിപ്പിക്കാം. 3:1 പ്രിയമുള്ളവരെ കണ്ടോ, പ്രിയമുള്ളവരെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന്. ദൈവവചനം ഓർത്തുകൊള്ളണം. പ്രിയമുള്ളവരെ, വചനം ഓർത്തുകൊള്ളണം. 8-ാം വാക്യത്തിൽ വീണ്ടും പറഞ്ഞു, പ്രിയമുള്ളവരെ, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണെന്നുള്ളത് മറക്കരുത്, ഓർത്തുകൊള്ളണം, മറക്കരുത്. 14-ാം വാക്യത്തിൽ പറഞ്ഞു, പ്രിയമുള്ളവരെ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് കറയും കളങ്കവും ഇല്ലാത്തവരായി കാണപ്പെടുവാൻ ഉത്സാഹിച്ചുകൊണ്ട്. 17-ാം വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുക കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണ് പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പൊ പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളണം, പ്രിയമുള്ളവരെ മറക്കരുത്, പ്രിയമുള്ളവരെ ഉത്സാഹിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ 4 നിർദ്ദേശങ്ങളോടുകൂടിയാണ് പത്രോസ് എൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. നമ്മൾ എന്ത് ഓർത്തുകൊള്ളണം? ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ഓർക്കണം. മറക്കരുത്, ദൈവവചനത്തിൻ്റെ രീതിയിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മറക്കരുത്. ഉത്സാഹിക്കണം, എന്തിന്? കറയും കളങ്കവും ഇല്ലാത്തവരായിരിക്കാൻ. സൂക്ഷിച്ചു കൊള്ളണം, എന്തിന്? വഞ്ചനയിൽപ്പെട്ട് സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കുവാനായിട്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടപ്പാകാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. 17-ഉം 18-ഉം വാക്യങ്ങൾ, 3-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിച്ച് 2 പത്രോസിന്റെ ലേഖന പഠനം നമുക്ക് അവസാനിപ്പിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും നിരന്തരം വളർന്നുകൊണ്ടിരിക്കുവാൻ എല്ലാ മഹത്വവും ഇപ്പോഴും എന്നേക്കും അവന് തന്നെ വരുത്തുവാൻ ഈ പഠനം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ.